നമസ്കാരം. 1 മണിക്കൂർ 5 മിനിറ്റാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നവകേരള സൃഷ്ടിപ്പ് കഴിഞ്ഞ ശേഷം സംസാരിച്ചത്. ആയിരങ്ങൾ തിങ്ങിക്കൂടിയ എന്നല്ല, ഓരോ സർക്കാർ ഓഫീസിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇത്ര പേർ നിർബന്ധമായിട്ടും അവിടെ വന്നിരിക്കണം എന്ന് തീട്ടൂല. അതന്നെ ഒരു നാണക്കേടാണ്. കാരണം സാധാരണ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമാ നടനോ നടിയോ വന്നു കഴിഞ്ഞാൽ, വരുമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനം കൊണ്ടൊരു കളിയായിരിക്കും. മമ്മൂട്ടിയോ മോഹൻലാലോ കമലഹാസനോ ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ ഈ ജനത്തിന് അറിയില്ലല്ലോ കമൽഹാസനും അതുപോലെ മോഹൻലാലും ഒന്നും വരില്ല എന്നുള്ളത്. അത് അവർ തമ്മിൽ തീരുമാനിച്ചതാ. ഇവിടുത്തെ തള്ളു കേൾക്കാൻ വയ്യ, ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഹൃദയത്തിൽ കുറച്ച് സ്ഥാനമുണ്ട്, അത് തൽക്കാലം വലിച്ചെറിയാൻ താല്പര്യമില്ല എന്നൊക്കെ അവർ തീരുമാനമെടുത്താ. മമ്മൂട്ടിക്ക് പിന്നെ അങ്ങനെയല്ല. മമ്മൂട്ടിക്ക് വന്നേ പറ്റുള്ളൂ, ഒരു നിവൃത്തിയില്ലല്ലോ. കാരണം ഒന്ന്, സഖാവിന്റെ സന്തത സഹചാരിയാണ്. പിന്നെ എന്തായാലും ഒരാളെങ്കിലും വന്ന് രണ്ട് വർത്താനം പറയണം. ആവശ്യത്തിന് ഒരു കൊട്ട് കൊടുത്തിട്ട് പോവുകയും ചെയ്തു. അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ. എന്നാൽ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മണ്ടയ്ക്ക് ഒരു കൊട്ടും കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. അവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ വേദിയിലേക്ക് ഇത്രയധികം ആൾക്കാർ വന്നു, ഒരുപാട് ആൾക്കാർ വന്നു. പക്ഷെ അവരെയൊക്കെ നിർബന്ധിച്ചില്ല, കാശ് കൊടുത്ത് കൊണ്ടുവന്നതുപോലെ കുറെ ഉദ്യോഗസ്ഥന്മാരെയും അവരെയും ഇവരെയും പാർട്ടി അണികളെ മാത്രം കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് നടന്മാർ വരുന്നു എന്ന് അറിഞ്ഞിട്ട് കൂടി, സൂപ്പർ സ്റ്റാർ മെഗാ സ്റ്റാറുകളൊക്കെ വരുന്ന അറിഞ്ഞിട്ട് കൂടി ആരും അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഭരണത്തിൽ, ഈ ഇടതുപക്ഷത്തിന്റെ ഈ ഭരണത്തിൽ, കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്, എത്രത്തോളം തൽപരരാണ്, എത്രത്തോളം സംതൃപ്തരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 മണിക്കൂർ 5 മിനിറ്റ് സഖാവ് പിണറായി വിജയൻ അവിടെ സംസാരിച്ചതിൽ നിന്ന് ആദ്യത്തെ 2 മിനിറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ആ 2 മിനിറ്റ് സംസാരിച്ചതിൽ നിന്ന് തന്നെ ബാക്കിയെടുക്കാം. കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ സംരക്ഷണത്തിനോ സുരക്ഷിതത്തിനോ വേണ്ടിയിട്ടുള്ള എത്ര കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടി വരുന്നത്. എന്റെ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ റോഡുകളും കെട്ടിടങ്ങളും ഒന്നും ആരുടെ വിശപ്പ് അകറ്റൂല. ഇന്നും റേഷൻ കാർഡില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാത്ത ഒരുപാട് പേർ തെരുവോരങ്ങളിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ, അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു നവകേരള സൃഷ്ടിപ്പ് നടത്തിയേക്കുന്നത്. നമുക്ക് ആദ്യത്തെ 2 മിനിറ്റിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞെന്ന് നോക്കാം. കേരളത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായമാണ് ഇന്നത്തതോടുകൂടി തുറന്നിരിക്കുന്നത്. ഒരു പുതിയ അധ്യായം തന്നെയാണ് അത്. ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥ നോക്കിയാൽ മതി. 4.3 ലക്ഷം കോടി രൂപ, 4,30,000 കോടി രൂപയാണ് ഇവിടെ പൊതുകടമായിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതിൽ തന്നെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എത്രയായി എന്ന് നോക്കിയാൽ മതി. അവിടെ നിൽക്കട്ടെ. ഇനി ജനിക്കുന്ന കുഞ്ഞിന് കൂടി 1,23,000 രൂപ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജനിക്കുന്ന കുഞ്ഞിന്, ഇന്ന് ജനിക്കുന്ന കുഞ്ഞിനും നാളെ ജനിക്കുന്ന കുഞ്ഞിനുമൊക്കെ ഈ 1,23,000 രൂപ കടണ്ട്. ഇത്രയും വലിയ ഒരു ദുരവസ്ഥയിലേക്ക് എത്തി നിർത്തിയിട്ട് ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞ ഒരു പുതിയ അധ്യായം തന്നെയാണ്. എന്തായാലും സംശയം. നമ്മോടൊപ്പം മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിച്ചേർന്നു എന്നത് നമുക്കെല്ലാം സന്തോഷം പകരുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി പറയണം, കമൽഹാസനും അതുപോലെ മോഹൻലാലും എങ്ങോട്ട് പോയി? അതും കൂടെ ഒന്ന് പറയണ്ടേ? ഒരാൾ വന്നതിൽ ഇത്രയും വലിയ സന്തോഷമാണെങ്കിൽ മറ്റു 2 പേർ വരാത്തതിന്റെ കാരണം കൂടി അന്വേഷിച്ച്, അല്ലെങ്കിൽ സങ്കടം കൂടി രേഖപ്പെടുത്തേണ്ട സഖാവേ. അപ്പോഴല്ലേ ഈ കാര്യങ്ങൾക്ക് എന്താ പറയാ, ഒരു തുമ്പും പാലും ഉണ്ടാവുള്ളൂ. അതായത് എന്താണ് വസ്തുത, വാസ്തവമെന്ന് ഈ ബന്ധപ്പെട്ട നടന്മാർക്ക് മനസ്സിലായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ ചീത്തപ്പേരാകും എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് അവർ വേഗം സ്കൂട്ടായി, എന്ന് പറഞ്ഞാൽ തേച്ചു. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ആത്മാഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തത് ഈ ആത്മാഭിമാനം എന്നാൽ എന്താണ് എന്ന് സഖാവിന് അറിയാമോ എന്നാണ്. ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുന്നിൽ തലകുനിക്കാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ഒരു തന്നെ സാറെന്ന് വിളിച്ച് തലചൊറിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ അല്ല, അതും കൂടെയൊക്കെ അതിന് ഉൾപ്പെടുന്ന എനിക്ക് തോന്നുന്നേ. ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കൂടി 1,23,000 രൂപ കടമുണ്ട്. അത്രയും കടമുണ്ടാക്കി ലോകത്ത് അറിയാമല്ലോ ആരൊക്കെയാണ് കടം കൊടുക്കണമെന്നുള്ളത്. അവരുടെയൊക്കെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് വീണ്ടും കടം കിട്ടോ ചോദിക്കുന്ന, കേന്ദ്രം തരുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സർക്കാർ സംവിധാനം, അതിന്റെ നായകനാണ് നിന്നുകൊണ്ട് ആത്മാഭിമാനത്തോടെ പറയുന്നു എന്ന് പറയുന്നത്. ഈ ആത്മാഭിമാനം എന്ത് എന്നുള്ളത് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കേരളത്തിൽ നട്ടം തിരിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങളെ ഇതേ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
സ്വന്തം കിടപ്പാടം വിറ്റുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ വിധിക്കപ്പെട്ട വലിയൊരു വിഭാഗം പരസ്യം ചെയ്ത് കാത്തിരിക്കുന്നത് ഈ ലോകം കാണുന്നുണ്ട്. അതുപോലെ വിറ്റിട്ട് എന്നിട്ടും കടം തീരാതെ ആത്മഹത്യയിലേക്ക് പോകുന്ന വലിയൊരു വിഭാഗത്തെ ഇതേ ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയാൻ ചില്ലറ തൊലിക്കെട്ടി പോരാ. നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. അപ്പൊ എങ്ങനെ ചവിട്ടണമെന്ന് സഖാക്കൾ പഠിപ്പിച്ചതായിരിക്കും നവകേരള സദസ്സ്. അന്ന് പറഞ്ഞത് അതാണ് നവകേരള സൃഷ്ടിക്കുള്ള ഒരു ചവിട്ടുപടി എന്നാണ്. ഇപ്പൊ പറയുന്നത് ഇതാണ് ചവിട്ടുപടി. അത് ചവിട്ടാൻ പഠിപ്പിച്ചത്, അതായത് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ചവിട്ടാൻ പഠിപ്പിച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നവകേരള യാത്ര എന്ന് പറഞ്ഞ യാത്ര ഒന്നിനും പറ്റാതെ പോയത്. അപ്പൊ എന്തിനായിരുന്നു നവകേരള യാത്ര? അതുകൊണ്ടത് പറയണം. ആ നവകേരള യാത്രയിൽ ഇതുപോലെ താളമടിച്ചുകൊണ്ട് കുറെ മന്ത്രിമാർ ബസ്സിൽ കയറി നടന്നല്ലോ. ബസ്സിൽ പോയെങ്കിലും അതിന്റെ പിന്നാലെ മന്ത്രിമാരുടെ വാഹനങ്ങൾ അകമ്പടിയായിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു കാഴ്ചയായിരുന്നു ജനം കണ്ടുകൊണ്ടിരുന്നത്. അത്തരത്തിലൊരു യാത്ര നടത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്ന സ്ഥാനത്ത് അവിടെ ആരെയൊക്കെയാണ് കണ്ട്, ഏത് വഴിയൊക്കെയാണ് പോയത്, എവിടെ നിന്നൊക്കെയാണ് ചായ കുടിച്ചത്, എവിടെ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിച്ചത്, എവിടെയൊക്കെയാണ് ഉറങ്ങിയത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജനമുണ്ട്. ആ ജനം അന്ന് ഇതാണ് നവകേരള സൃഷ്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ വാക്ക് സമ്മാനിച്ചെന്നല്ലാതെ നവകേരള സദസ്സ് കൊണ്ട് സഖാവ് എന്താണ് ഇവിടെ നടന്നത്? കാണുന്നവരെ മുഴുവൻ നടു ചവിട്ടി പൊളിക്കുന്ന, അവന്റെ തല തല്ലി പൊളിക്കുന്ന, അവന്റെ കുടുംബം അനാഥമാക്കുന്ന ഒരു പ്രവൃത്തിക്ക് രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ടു എന്നല്ലാതെ പിന്നെ എന്താണ് അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നവകേരള സദസ്സ് എന്തിനാണ് നടത്തിയത്? അതൊരു നവോത്ഥാന പ്രവർത്തനമല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു നവകേരള സൃഷ്ടിപ്പില്ലായിരുന്നു. അത് ഒരു മനുഷ്യജീവിയും വിശപ്പിൻ്റെയോ കൊടും ദാരിദ്ര്യത്തിൻ്റെയോ ആഘാതത്തിൽ വീണുപോകില്ല എന്ന് നമ്മുടെ നാട് ഉറപ്പാക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ എന്ത് ചരിത്രം എന്നാ പറയുന്നേ? ആ കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്ത് തന്നെയുള്ള ആ റോഡിന്റെ സൈഡിലൂടെ ഒന്ന് നടക്കണം. അവിടെ ആ റോഡിന്റെ ഓരത്ത് ആ പീടിക തിണ്ണയില്, പാലത്തിന്റെ അടിയില്, അല്ലെങ്കിൽ പുറമ്പോക്കിലൊക്കെ കൂര കെട്ടി ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ കഴിയുന്ന ജനങ്ങളെ കാണാം അവിടെ. അതിന് കേരളത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ താങ്കൾക്ക് കണ്ണെത്താത്തടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചില പൊതുപ്രവർത്തകരും ഇങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുമായിട്ടുള്ള ചിലർ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ. 1 മണിക്കൂർ അവരെ കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ ചാലഞ്ച് ഒന്ന് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സഖാവിന് കാണാൻ പറ്റും. തലസ്ഥാനത്ത് നിങ്ങളുടെ മൂക്കിന് താഴെ, സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ അവിടെ പട്ടിണി കിടക്കുന്ന ജനത്തെ, മലയാളികളെ താങ്കളുടെ ഭരണത്തിന് കീഴിൽ താങ്കളുടെ പ്രജയായി തന്നെ കാണുന്ന വലിയൊരു വിഭാഗത്തെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വിഭാഗം അവിടെ കിടക്കുമ്പോൾ, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്തരത്തിൽ വലിയ വിഭാഗം ഉണ്ടാകുമ്പോൾ അവര് സമൂഹത്തിൽ നിന്നും മാച്ച് കളഞ്ഞിട്ട്, ബോർഡിൽ നിന്ന് അങ്ങോട്ട് മാച്ച് കളയുക, സാധനം അവിടെ തന്നെ കിടക്കണ്ടേ, അങ്ങനെ മാച്ച് കളഞ്ഞിട്ട് ചരിത്രം എന്ന് പറയണം. അങ്ങനെ ചരിത്രം പറയുമ്പോൾ ആ ചരിത്രം അതിന്റെ ഇപ്പുറത്ത് മറ്റൊരു ചരിത്രമായി കിടക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം കൂടി വേണം. ജനം ഈ ചരിത്രം തിരിച്ചറിയുമ്പോൾ ചരിത്രത്തിൽ നിന്ന് താങ്കൾ നിഷ്കാസനം ചെയ്യപ്പെടും. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ പറയൂ. ഐക്യ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് 69 വർഷം തികയുന്ന മഹത്തായ ദിനമാണിന്ന്. ഇത്രയും മതി, ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഐക്യ കേരളം എന്താ പറയാ 69 വർഷത്തിന് മുമ്പ് വന്നതെന്നാ പറയണേ. അതിൽ 59 വർഷം എല്ലാ സർക്കാരും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതും വലതും നടുത്തതും എല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊതുകടമുണ്ട്. കടം, അതായത് പണം ഉണ്ടാക്കാനേ പറ്റിയ ആൾക്കാർക്കും അറിയില്ല. പണം തൂർത്തടിച്ച് കൊണ്ടുപോകാനേ പറ്റിയ ആൾക്കാർ അറിയുള്ളൂ. ജനങ്ങളിലേക്ക് ഇറക്കാനോ അത് മണി മാനേജ്മെന്റ് അറിയുന്ന സർക്കാരില്ല. പോട്ടെ, എന്നാലും ഒന്ന് സഹിക്കാം. 59 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള ഇതര സർക്കാരുകൾ മൊത്തത്തിൽ എത്ര, ഈ 59 വർഷം കൊണ്ടുണ്ടാക്കി വെച്ച കടത്തിന്റെ എത്ര ഇരട്ടിയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചെന്ന് സഖാവ് ഒന്ന് പറയേ. അതും കൂടെ പറഞ്ഞിട്ട് വേണം ഇത് പൂർത്തിയാക്കി പോകാൻ. ആദ്യത്തെ 2 മിനിറ്റ് കൊണ്ട് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള മിനിറ്റ് എന്താണെന്ന് എനിക്കറിയില്ല. കുറെ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ പറയുന്നുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ നടന്നിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു കഴിവ് പോലെയാണ് പറയുന്നത്. പിന്നെ എന്തിനാ അവിടെ പിടിച്ചിരുത്തിയത്? എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും സാർവത്രികമായി നന്നാകാൻ വേണ്ടിയിട്ടാണ് പിടിച്ചവിടെ ഇരുത്തിയത്. അതിൽ 4, 3, 7 സ്ഥലത്ത് മാത്രം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അഭിമാനമല്ല, അപമാനമാണ്. അത് അപമാനമാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുകയാണ്. 100 എണ്ണം ചെയ്യാനുണ്ടെങ്കിൽ 3 എണ്ണം ചെയ്തിട്ട് ആ 3 എണ്ണത്തിന്റെ പ്ലക്കാർഡ് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ വികസനമാവോ?
അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ എന്താ പറയാ നവകേരള സൃഷ്ടിപ്പാവും. 1 മണിക്കൂർ 5 മിനിറ്റാണ് താങ്കൾ അവിടെ നിന്നുകൊണ്ട് ഇതുപോലെ അടിച്ചുവിട്ടത്. അത് മുഴുവൻ വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഇടകീറി പരിശോധിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലേ ഇവിടെ സഖാക്കൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ ഉണ്ടാവില്ല. Different angles. Don't forget to subscribe and support this channel.